ഹലോ നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു സേമിയ പായസമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ സേമിയ പായസം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ പോലും കൺസിസ്റ്റൻസി റെഡി ആവാതെ പലപ്പോഴും ഫ്ലോപ്പായി പോകുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ സേമിയ പായസം. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല അടിപൊളി തിക്നെസ്സിൽ നല്ല കുറുകിയ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സേമിയ പായസം, സേമിയ മാത്രമല്ല സേമിയയും ക്യാരറ്റും വെച്ചിട്ടുള്ള പായസമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് കളറൊന്ന് ചെറിയ രീതിയിലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുന്തിരിയും കൂടി നമ്മൾ ഉണക്കമുന്തിരിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് കാഷ്യൂസൊക്കെ കരിഞ്ഞു പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ കാഷ്യൂ മാറ്റിയതിന് ശേഷം പിന്നെ കിസ്മിസ് ഒന്ന് ഫ്രൈ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ വേണം നമുക്ക് ക്യാരറ്റ് ഒന്ന് ഒരു നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ക്യാരറ്റിലത്തെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയി കഴിയണ സമയത്ത് ഒരു ചെറിയ രീതിയിൽ ഒരു 3 മിനിറ്റ് സമയമൊക്കെ ഒന്ന് വഴറ്റുമ്പോൾ തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ ക്യാരറ്റിൽ നന്നായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് പാലിൽ ചേർക്കണ സമയത്ത് ക്യാരറ്റിലേക്ക് മധുരം പിടിക്കാൻ ചാൻസ് കുറവാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നെയ്യിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. സേമിയ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിപ്പോൾ വറുക്കാത്ത സേമിയാണ് എടുക്കുന്നത്. 1 കപ്പ് അളവിൽ സേമിയ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയാണെന്ന് വെച്ചാൽ ഇതുപോലെ നെയ്യിൽ പിന്നെയും വറക്കണമെന്നില്ല. പാല് ചേർത്തിട്ട് പാലിലേക്ക് സേമിയ ചേർത്താലും മതി കേട്ടോ. നമ്മളിപ്പോൾ വറുക്കാത്തതായതുകൊണ്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടിരിക്കുക നമ്മുടെ പായസം കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിനി പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ അളവിൽ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 2 കപ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് സേമിയ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള പാലും വെള്ളവും കൂടി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. 1 കപ്പ് അളവിൽ വെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കാം. നമുക്ക് പാല് തിളച്ച് പൊന്തി പോവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാലും വെള്ളവും കൂടി ചേർത്തു. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 3/4 കപ്പ് അളവിൽ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ 3/4 കപ്പിൽ നിന്നാണ് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. മൊത്തത്തിൽ നമ്മളിപ്പോൾ 3/4 കപ്പ് അളവിൽ പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഒട്ടും കൂടുതലല്ല കേട്ടോ ഈ മധുരമൊന്നും. നല്ല മീഡിയം സൈസിലുള്ളൊരു മധുരം തന്നെയാണ് നമുക്ക് പായസത്തിന് ഉണ്ടാവുക. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ തന്നെ നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അധികം സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് സമയം തന്നെ മതി. മീഡിയം ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പായസം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും നേരത്തെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മളുടെ പായസത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ടത്. എന്നാലാണ് ചൂടാറി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു തിക്നെസ്സിൽ നമ്മളുടെ പായസം കിട്ടുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ആക്കി വെച്ച കാഷ്യൂസും കിസ്മിസും കൂടി ചേർക്കാം. ഇത്രയുള്ള പരിപാടി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം അത്ര സിമ്പിളായിട്ടുള്ള നമ്മളുടെ ക്യാരറ്റ് സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ക്യാരറ്റ് സേമിയ പായസം തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോഴും ഒട്ടും മധുരത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഈ ഒരളവിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഈ ഒരളവിൽ ചേർത്താൽ മധുരം കുറയുമോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത്. ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.